നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര നടത്തുകയാണ്. എന്തിനാണെന്നല്ലേ പറഞ്ഞു തരാം. നമ്മൾ ആദ്യമായിട്ട് ഡ്രൈവിങ്ങിന് ലൈസൻസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ നമുക്കൊരു എക്സാം ഉണ്ട്. അതിന് മുമ്പായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ദിശ ബോർഡുകളെ കുറിച്ചാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ദിശ ബോർഡുകൾക്കനുസരിച്ച് വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ആ ഒരു സൈനെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ കോട്ടയം MC റോഡിലൂടെ ചിങ്ങവനം വരെ ഒരു യാത്ര നടത്തിയാണ്. നമ്മൾ ഈ ദിശ ബോർഡുകളെല്ലാം നോക്കിയിട്ട് നമ്മളൊരു യാത്ര നടത്തിയാണ്. അപ്പം നമുക്ക് പോകാം. അപ്പം നിങ്ങളും എൻ്റെ കൂട്ടത്തിൽ പോരും. കോട്ടയം MC റോഡിൽ നിന്നും തുടങ്ങിയ യാത്ര ലാസ്റ്റ് നമ്മുടെ ചിങ്ങവനത്ത് വന്ന് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ വരുന്ന വഴിക്ക് ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും, ഒരുപാട് സൈൻ ബോർഡ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിൽ എത്ര എണ്ണം വ്യക്തമായ കാഴ്ചകൾ നൽകുന്നതാണ്, എത്ര എണ്ണം വ്യക്തമായ ദിശ നൽകുന്നതാണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. വളരെ വിരലിലെണ്ണാവുന്ന 1-2 ബോർഡുകളല്ലാതെ അതിൽ കൂടുതലൊന്നും വ്യക്തമായ ദിശ നൽകുന്ന ഒരു സൈൻ ബോർഡുകളും ഇവിടെ ഞങ്ങൾ ആരും കണ്ടില്ല. ഈ കോടികൾ മുടക്കി ക്യാമറകൾ സ്ഥാപിക്കുകയും അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ചെക്കിങ് നടത്തി ആളുകളെ പിടിക്കുകയും പിഴ ഈടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ കാണിക്കുന്നതിൻ്റെ 1% ഇത്തരത്തിലുള്ള ദിശാ ബോർഡുകൾ ഒന്ന് വ്യക്തമാക്കി വെച്ചാൽ ഒരുപാട് അപകടങ്ങൾ കുറഞ്ഞു കിട്ടും. നമുക്കെല്ലാവർക്കും അറിയാം, കോട്ടയം മുതൽ ചിങ്ങവനം വരെയുള്ള ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു വഴിയാണ്. ഈ അപകടങ്ങൾ പരിചയമില്ലാത്ത ആളുകൾ വരുവാണെങ്കിൽ അവർ ഈ ദിശാ ബോർഡുകളൊക്കെ ശ്രദ്ധിച്ചു വരുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും അപകടം സംഭവിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സ്ഥിരമായി വരുന്നവർക്ക് മാത്രമേ ഈ വഴിയുടെ ഒരു അവസ്ഥ മനസ്സിലാവൂ. ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെല്ലാം സൈൻ ബോർഡുകളൊക്കെ ശ്രദ്ധിച്ച് വരുന്നവരായിരിക്കും. പക്ഷേ ആ ഒരു ശ്രദ്ധിച്ച് വരാൻ പാകത്തിനുള്ള ഒറ്റ സൈൻ ബോർഡും ഇവിടെ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പം ഇത്തരം വ്യക്തമല്ലാത്ത ദിശാ ബോർഡുകളെല്ലാം മാറ്റി വ്യക്തതയുള്ള ദിശാ ബോർഡുകൾ സ്ഥാപിക്കണം. അതിലൂടെ അപകടങ്ങൾ കുറയ്ക്കണം എന്നാണ് നമുക്ക് അധികാരികളോട് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തിയേക്കണേ.